കേരളത്തിൽ ഇന്ന് ലിവർ സിറോസ് മൂലമുള്ള ഡെത്ത് റേറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 90% പ്രമേഹമുള്ളവരാണ്. പ്രമേഹമുള്ള ഒരു 50% പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. ഇത് കൂടിക്കൂടിയാണ് ലിവർ സിറോസിലേക്കും ലിവർ ക്യാൻസറിലേക്കും മറ്റും പോണത്. നമുക്ക് എന്തെങ്കിലും സംശയം തോന്നി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പോലും അതിനകത്ത് ഒരു ലക്ഷണം കണ്ടോളുന്നില്ല. കാരണം നമുക്ക് 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി ഉള്ളതുപോലെ ആവശ്യമുള്ളതിന്റെ ഇരട്ടി ലിവർ ഉണ്ട്. 50% പ്രവർത്തനത്തിൽ പോയാലും യാതൊരു ലക്ഷണവുമില്ലാതെ നമുക്ക് സ്വാഭാവിക ജീവിതം നയിച്ചു പോകാൻ സാധിക്കും. അത് പിന്നെ 70, 80, 90ലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് വയറിൽ വെള്ളം കിട്ടുക, ക്ഷീണം വരിക, തളർച്ച വരിക, ബ്ലഡ് കൊട്ടാവാതെ വരിക, മോഷണങ്ങളിൽ ബ്ലഡ് പോവുക, ഒമിറ്റ് ചെയ്യുക, കറുത്ത പാടുമുഖത്ത് ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണത്. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്, ഒരു റിവേഴ്സ് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെയുള്ള ഏക പരിഹാരം എന്ന് പറഞ്ഞത് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്, മാറ്റിവെക്കലാണ്. അതിനുള്ള പണമൊക്കെ ചികിത്സിച്ച് തീർന്നിട്ടുണ്ടാവും, ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് മിക്കവാറും പേര് ഇവിടുന്ന് ടാറ്റ പറഞ്ഞ് പിരിയുന്നതായിട്ട് വരണത്. അതുകൊണ്ട് ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയ്ക്ക് പോകാതിരിക്കാൻ പ്രമേഹമുള്ള എല്ലാവരും തന്നെ, അല്ലെങ്കിൽ നാളെ എൻ്റെ ലിവറിനെ ബാധിക്കാനുണ്ടെന്ന കണക്ക് കൂട്ടലില് ഒരു ലക്ഷണമില്ലെങ്കിലും അതിനനുസരിച്ചുള്ള ജീവിതചര്യയിൽ മാറ്റം വരുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഫാറ്റി ലിവറും ലിവർ സിറോസും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നറിയാം. മരുന്ന് കൊണ്ട് ഇതിനെ മാറ്റാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും ശരിയായ ബ്രീത്തിങ്ങിലേക്കും വന്നിട്ട് ഫാറ്റി ലിവർ സിറോസ് ആവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. ഫാറ്റി ലിവർ ഒന്നും വെച്ചിട്ട് ഭയപ്പെടാനുള്ള ആവശ്യമൊന്നുമില്ല. ലിവർ ഏറ്റവും കൂടുതൽ അതിജീവന ശേഷിയുള്ള ഒരു ഓർഗനാണ്. അതിന്റെ 10 സെല്ലിൽ നിന്ന് നശിച്ചു പോയാലും നാളെ ആകുമ്പോഴേ 10 സെല്ല് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷിയുണ്ട് അതിന്. ഒരു ഭാഗം മുറിച്ച് മറ്റാൾക്ക് വെച്ചു കൊടുത്താൽ പോലും 3 മാസം കൊണ്ട് മുറിച്ചു മാറ്റി അത്രയും ലിവർ വീണ്ടും ഉണ്ടായി വരും. പക്ഷേ ലിവറിന് സ്വയം കേടുപാട് തീർക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ശരിയായ ബ്രീത്തിങ്ങിലൂടെയും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ നമ്മളുടെ ലിവറിനെ നമ്മൾ സംരക്ഷിക്കണം. അത് ലിവർ സിറോസിലേക്ക് പോകാതെ കാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിനാവശ്യമായ കാര്യങ്ങളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.